വീണ്ടും ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടാണ് മിസ് വന്നിരിക്കുന്നത്. അപ്പോൾ ബയോളജിയിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ മറ്റൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. സോ ഹിയർ ഇസ് ദ ക്വസ്റ്റ്യൻ. Analyze the illustration and answer the questions. Which immune mechanism is shown in the illustration? How does this process help in destroying pathogens? Okay, മലയാളത്തിൽ നമുക്ക് വേഗം ക്വസ്റ്റ്യൻ വായിക്കാം. ചിത്രീകരണം വിശകലനം ചെയ്ത് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ചിത്രീകരണത്തിൽ കാണിച്ചിരിക്കുന്ന പ്രതിരോധ പ്രവർത്തനം ഏത്? ഈ പ്രവർത്തനം രോഗാണുക്കളെ നശിപ്പിക്കാൻ സഹായമാകുന്നത് എങ്ങനെ? ഓക്കെ, അപ്പൊ ഇത് മറ്റൊരു മെക്കാനിസം ആണ്. അപ്പൊ നമ്മുടെ ഇമ്മ്യൂണിറ്റി ആൻഡ് ഹെൽത്ത് കെയറിന്റെ ചാപ്റ്റർ, ആ ഒരു ചാപ്റ്ററിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. സോ വാട്ട് ഇസ് ദിസ് പെർട്ടിക്കുലർ മെക്കാനിസം? യെസ്, ദാറ്റ് ഇസ് ഇൻഫ്ലമേറ്ററി റെസ്പോൺസ്, അല്ലെങ്കിൽ വീങ്ങൽ പ്രതികരണം എന്ന് പറയാം. എന്താണ് ഈ ഒരു സമയത്ത് സംഭവിക്കുന്നത്? അതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് ചോദിച്ചിരിക്കുന്നത് അല്ലെ. എന്താ സംഭവിക്കുക? സെൽസ് അറ്റ് ദ ഇൻജുവേർഡ് പാർട്ട് റിലീസസ് എ പെർട്ടിക്കുലർ കെമിക്കൽ കോൾഡ് ഹിസ്റ്റമിൻ. ഓക്കെ, അപ്പൊ ഈ ഹിസ്റ്റമിൻ റിലീസ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇത് നമ്മുടെ ബ്ലഡ് വെസൽസിനെ ഡയലേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ബ്ലഡ് വെസൽസ് കുറച്ചും കൂടി ഒന്ന് എക്സ്പാൻഡ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ എന്താ സംഭവിക്കുന്നത്? അവിടെ ബ്ലഡ് ഫ്ലോ കൂടും, നമ്മുടെ രക്തത്തിന്റെ ഒഴുക്ക് അവിടെ കൂടും. അപ്പൊ കൂടുതൽ മോണോസൈറ്റും അതുപോലെ തന്നെ ന്യൂട്രോഫിൽസും ഒക്കെ ഈ ഇഞ്ചുറി പറ്റിയിരിക്കുന്ന ആ ഒരു ഏരിയയിലേക്ക് പെട്ടെന്ന് തന്നെ എത്തും. എന്നിട്ട് എന്ത് സംഭവിക്കും? അവര് പാത്തോജൻസിനെ എൻഗൾഫ് ചെയ്ത് അതിനെ ഡിസ്ട്രോയ് ചെയ്യും. ഇതാണ് നമ്മുടെ ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് എന്ന് പറയുന്നത്. സോ ഇതൊരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇവിടെ മലയാളത്തിലും കൂടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങളൊന്ന് വേഗം അത് വായിച്ചു നോക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ഇതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. സോ താങ്ക് യു, ബൈ ബൈ.